എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ചില ആളുകളോട് മാത്രം എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നതെന്ന്? ഒറ്റ നോട്ടത്തിൽ പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു മാജിക് പോലെ തോന്നാം. പക്ഷെ അതിന്റെ പിന്നിൽ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന ചില സങ്കീർണമായ കളികളുണ്ട്. നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. നമ്മൾ പലപ്പോഴും കാണുന്ന, ഒരുപക്ഷെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, കാഴ്ചയിലെ സൗന്ദര്യത്തിനപ്പുറം എന്താണ് ഒരു ബന്ധത്തിൽ ശരിക്കും പ്രധാനം? ചിലപ്പോൾ ആദ്യ കാഴ്ചയിലെ ആകർഷണത്തേക്കാൾ എത്രയോ ശക്തമായ ചില കാര്യങ്ങൾ ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചേക്കാം. എന്തായിരിക്കും അത്? ഇതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് സ്ത്രീയുടെയും പുരുഷന്റെയും തലച്ചോറുകൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. ഒരു ആകർഷണം തോന്നുമ്പോൾ ഇവ രണ്ടും പ്രതികരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഒരു പുരുഷന്റെ തലച്ചോറ് കാഴ്ചയിൽ ആകൃഷ്ടനായാൽ ഉടൻ പ്രതികരിക്കും. അതൊരു ഡോപ്പമിൻ വിസ്ഫോടനം പോലെയാണ്. നേരെ മറിച്ച് സ്ത്രീയുടെ തലച്ചോറ് കൂടുതൽ സമയമെടുക്കും. അത് കാര്യങ്ങൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയുമാണ് ആദ്യം ചെയ്യുന്നത്. തുടക്കത്തിൽ അങ്ങനെ ഒരു കെമിക്കൽ റഷ് അവിടെ ഇല്ല. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? പുരുഷന്റെ തലച്ചോറിന്റെ വേഗത അത്രയ്ക്കുണ്ട്. ആകർഷകമായ ഒരു കാഴ്ച കാണുമ്പോൾ ആ ഡോപ്പമിൻ റഷ് ഉണ്ടാകാൻ വേണ്ടത് വെറും 150 മില്ലി സെക്കൻഡ് മാത്രം. അതായത് ഒരു കണ്ണ് ചിമ്മുന്നതിലും വേഗത്തിൽ. അപ്പോ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിലുണ്ടായതല്ല, മറിച്ച് നമ്മുടെ പരിണാമത്തിന്റെ ഭാഗമായി സംഭവിച്ചതാണ്. നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യകതകൾ തന്നെയാണ് നമ്മുടെ ഇഷ്ടങ്ങളെയും രൂപപ്പെടുത്തിയത്. നമ്മളൊന്ന് ആദിമ മനുഷ്യരുടെ കാലത്തേക്ക് പോയാൽ അതിജീവനമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ സമയത്ത് ഗർഭാവസ്ഥയൊക്കെ സ്ത്രീകളെ കൂടുതൽ ദുർബലരാക്കി. അപ്പോ സംരക്ഷണത്തിനും വിഭവങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു പങ്കാളി അവർക്ക് അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ സ്ത്രീയുടെ തലച്ചോറ് ഒരു പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ മുൻഗണന കൊടുത്തത് ശാരീരിക സൗന്ദര്യത്തിനായിരുന്നില്ല, മറിച്ച് വിശ്വസ്തത, സംരക്ഷിക്കാനുള്ള കഴിവ്, ബുദ്ധിശക്തി തുടങ്ങിയ ഗുണങ്ങൾക്കായിരുന്നു. ഇന്നും ആ മുൻഗണനകൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ ഗുണങ്ങളെല്ലാം എങ്ങനെയാണ് പ്രണയമായി മാറുന്നതെന്ന് നോക്കാം. ഒരു സ്ത്രീയിൽ ആകർഷണവും പ്രണയവും ഉണ്ടാകുന്നത് ഒരു സങ്കീർണമായ പസിൽ കൂട്ടിച്ചേർക്കുന്നത് പോലെയാണ്. നമുക്കിതിനെ പസിൽ ആകർഷണം എന്ന് വിളിക്കാം. അതായത് പങ്കാളി കാലക്രമേണ നല്ല നല്ല ഗുണങ്ങൾ കാണിക്കുമ്പോൾ ആ പസിലിന്റെ ഓരോ കഷ്ണങ്ങൾ ചേർത്ത് വെക്കുന്നത് പോലെ വൈകാരികമായ ഒരു അടുപ്പം പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത്. ഇത് പതുക്കെ സ്ത്രീയുടെ തലച്ചോറിലെ ഡോപ്പമിൻ സർക്യൂട്ടുകളെ പ്രവർത്തനക്ഷമമാക്കുന്നു. ഈ പസിലിന്റെ കഷ്ണങ്ങൾ എന്തൊക്കെയാവാം? ചിലപ്പോൾ അത് അയാളുടെ ആത്മവിശ്വാസമാകാം, അല്ലെങ്കിൽ നർമ്മബോധമാകാം, അതുമല്ലെങ്കിൽ വിശ്വസ്തതയുമാകാം. അങ്ങനെ ഓരോ കഷ്ണവും ചേരുമ്പോൾ ആ ചിത്രം കൂടുതൽ പൂർണ്ണമാകാൻ തുടങ്ങുന്നു. അങ്ങനെ പസിലിന്റെ മിക്ക കഷ്ണങ്ങളും ശരിയായ സ്ഥാനത്ത് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യുക്തിയിൽ നിന്ന് പ്രണയത്തിലേക്കുള്ള ഒരു വലിയ മാറ്റമാണ് അവിടെ നടക്കുന്നത്. തുടക്കത്തിൽ സ്ത്രീയുടെ തലച്ചോറ് വളരെ ലോജിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. ഇതെനിക്ക് നല്ലൊരു തെരഞ്ഞെടുപ്പാണോ? ഇതൊരു യുക്തിസഹമായ വിലയിരുത്തലാണ്. പക്ഷേ പസിൽ പൂർത്തിയാകുമ്പോൾ ആ ചിന്ത പാടെ മാറുന്നു. അവനില്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത് ആഴത്തിലുള്ള, നിഷേധിക്കാനാവാത്തൊരു വൈകാരിക ബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. വളരെ ലോജിക്കലായി തുടങ്ങുന്ന ഒരു വിലയിരുത്തലാണ് കാലക്രമേണ തകർക്കാൻ പറ്റാത്തൊരു വൈകാരിക ബന്ധമായി വളരുന്നത്. പല സ്ത്രീകളെയും സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള ആകർഷണം കണ്ടെത്തുകയല്ല, മറിച്ച് അത് പടുത്തുയർത്തുകയാണ് ചെയ്യുന്നത്.